ഇന്ന് മുഖപ്പം അഡ്വക്കേറ്റ് കെ അരുൺകുമാർ CPM പ്രതിനിധി, പ്രശാന്ത് മലബേൽ BJP പ്രതിനിധി, ആശാവർക്കർ സമരസമിതി നേതാവ് യസ്മിനി എന്നിവരാണ്. ആദ്യം യസ്മിനിയിലേക്ക്. യസ്മിനി തന്നെ പറയുന്നത് കേട്ടു, ഈ കുടിശ്ശിക വേതനം ഇപ്പോൾ കൊടുത്തു തീർത്തിരിക്കുന്നു, അത് ഈ സമരത്തിൻ്റെ ആദ്യഘട്ടത്തിലെ വിജയമായിട്ടാണ് കണക്കാക്കുന്നത് എന്ന്. ഈ സമരം മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? പക്ഷേ അപ്പോഴും കേരളത്തിൻ്റെ ചോദ്യം ഇതാണ്, യഥാർത്ഥത്തിൽ സമരം കേന്ദ്ര സർക്കാരിനെതിരെയാണോ സംസ്ഥാന സർക്കാരിനെതിരെയാണോ? ഈ ചോദ്യത്തിൻ്റെ കാരണം CITU പക്ഷം കേന്ദ്ര സർക്കാരിനെതിരെ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു. നിങ്ങൾ സമരം ചെയ്യുന്നത് ശരിക്കും ആർക്കെതിരെയാണ്? ഒന്നാമതായി പറയാനുള്ളത്, 3 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നത് ഞങ്ങൾ സമരം ആരംഭിച്ച് 18 ദിവസം പിന്നിടുമ്പോൾ കൊടുത്തു തീർക്കാൻ സർക്കാർ നിർബന്ധിതമായിരിക്കണം. ഈ പൊതുസമൂഹത്തിൽ 232 രൂപ പ്രതിദിന വേതനം കൈപ്പറ്റിക്കൊണ്ട് 26,000-ൽ പരം ആശാവർക്കർമാർ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം പൊതുസമൂഹം അറിയുന്നത് ഈ സമരം ആരംഭിച്ചതിന് ശേഷമാണ്. ഇവിടെ CITUവിനെ സംബന്ധിച്ച് കേരളത്തിൽ ഒരു പ്രശ്നവുമില്ല, കേന്ദ്രത്തിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാതെ കേരളത്തിൽ ഇങ്ങനെ ഈ 3, 4, 5 മാസമൊക്കെ കുടിശ്ശിക കിട്ടാതെ ആളുകൾ പണിയെടുക്കുന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല. അത് പരിഗണിക്കേണ്ട കാര്യമില്ല, കാരണം ഓരോ സംഘടനയ്ക്കും അവരുടെ നിലപാടുകൾ വ്യത്യസ്തമാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അതിനകത്ത് വളരെയധികം കൺസേൺ ആണെന്നുള്ളതാണ്. ഈ പാവപ്പെട്ട സ്ത്രീകൾ എങ്ങനെ ജീവിക്കണമെന്നാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ പറയുന്നത്. അങ്ങനെ 232 രൂപ വേതനം വല്ലപ്പോഴും കൊടുത്താൽ മതി, അതും അതിന് മാനദണ്ഡങ്ങളുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അപ്പം മാനദണ്ഡങ്ങൾ കൂടെ കഴിയുമ്പോൾ കിട്ടുന്ന തുകയ്ക്ക് അതൊരു വണ്ടിക്കൂലിക്കും ഒരു ഭക്ഷണത്തിനും കഴിഞ്ഞാൽ പിന്നെ എത്ര തുകയാണ് അതിനകത്ത് അവശേഷിക്കുന്നത്? വളരെ പ്രസക്തമായ വിഷയങ്ങളാണ് മിനി നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത്. എന്റെ ചോദ്യം, നേരിട്ടുള്ള ചോദ്യം ഇതാണ്. കാരണം ഇതുവരെയുള്ള സമരത്തിന്റെ ഭാഗമായി പൊതുസമൂഹം ആശാവർക്കർമാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി എന്നത് വസ്തുതയാണ്, അത് നിങ്ങളുടെ വിജയമാണ്. അതിലൊന്ന്, ഈ കുടിശ്ശികയും ഇൻസെൻറ്റീവുകളും ഒക്കെ, വേതനവും കുടിശ്ശികയും ഇൻസെൻറ്റീവും ഒക്കെ കുടിശ്ശികയുണ്ടായിരുന്നു നവംബർ മാസം മുതൽ എന്നുള്ളത് വസ്തുതയാണ്. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു, സർക്കാർ നിർബന്ധിതമായി അത് കൊടുത്തു തീർക്കാൻ സമരത്തിന് വിജയമാണ്. 2, ഇത്ര മാത്രമേ നിങ്ങൾക്ക് വേതനമുള്ളൂ, അതും ഉപാധികളോടെയാണ് എന്ന് നിങ്ങൾ സർക്കാരിനോട് പറയുന്നു. സമരത്തിൻ്റെ ഭാഗമായി ഉപാധികളും മാനദണ്ഡങ്ങളും നീക്കാൻ സർക്കാർ തയ്യാറാകുന്നു, ഇതും നിങ്ങളുടെ വിജയമാണ്. ഇനി അടുത്തത്, ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നതിലേക്ക് പോകുമ്പോൾ, വിരമിക്കൽ പ്രായം വർദ്ധിപ്പിക്കുക എന്നതിലേക്ക് പോകുമ്പോൾ, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക എന്നതിലേക്ക് പോകുമ്പോൾ, അടിസ്ഥാനമായി ഈ ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട സ്കീം കേന്ദ്ര സർക്കാരാണ് എന്നത് നിങ്ങൾ മറക്കുന്നുണ്ടോ? ഭാഗികമായി സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിഞ്ഞത് ചെയ്തു എന്നാണ് സർക്കാർ പറയുന്നത്, അങ്ങനെയാണോ മിനി? ഒരിക്കലുമല്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഈ 2021 പ്രകടന പത്രിക ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. ഞങ്ങൾ പ്രഖ്യാപിച്ചല്ല, ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ പഠന പത്രികയാണ്. അത് 45-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത് സാമൂഹ്യ പെൻഷനുകൾ ഘട്ടം ഘട്ടമായി 2,500 രൂപയായി ഉയർത്തും. അങ്കണവാടി ആശാവർക്കർ, റിസോഴ്സ് അധ്യാപകർ, പാചക തൊഴിലാളികൾ, കുടുംബശ്രീ ജീവനക്കാർ, പ്രീ പ്രൈമറി അധ്യാപകർ, NHM ജീവനക്കാർ, സ്കൂൾ സോഷ്യൽ കൌൺസിലർമാർ തുടങ്ങി എല്ലാ സ്കീം വർക്കേഴ്സിന്റെയും ആനുകൂല്യങ്ങൾ കാലോചിതമായി ഉയർത്തും. മിനിമം കൂലി 700 രൂപയാക്കും. അതിഥിതൊഴിലാളികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തും. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. 700 രൂപയാക്കുമെന്ന് പറഞ്ഞത് ആരാണ്? ഇവിടെ 700 രൂപയാക്കി ഈ ആശാവർക്കർമാരുടെ അടക്കം എന്ന് പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ളൊരു ആളുകളെ പ്രധാനപ്പെട്ട പോയിന്റാണ്. എനിക്ക് മറുപടി വേണം. Debate with Dr. Arun Kumar.